ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിച്ചേന ഭാഗത്താണ്. ഊക്കിപ്പറമ്പ് കഴിഞ്ഞ് കോഴിച്ചേന ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള ഈ പ്ലാന്റൊക്കെ ഉള്ളത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മെറ്റലൊക്കെ കൂട്ടിയിട്ടിരുന്നൊരു ഭാഗം. ഇവിടെയൊക്കെ ഇപ്പോൾ മെറ്റലൊക്കെ ഒഴിവാക്കി വർക്ക് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടില്ല, കുറഞ്ഞ മെറ്റൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയിട്ട് ആ ഭാഗത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയെന്ന് നോക്കാം. കോഴിച്ചേന ഓവർപാസിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് ഓവർപാസ്. അതിൻ്റെ അവിടുന്ന് നമ്മൾ പാലച്ചെറുപാട് ഭാഗം വരെയാണ് ഇന്ന് പോകുന്നത്. ഈ ഭാഗത്തെ കുറേ മുന്നേ തന്നെ ഇവർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതാണ് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ. ഇവിടെ വലിയ രീതിയിൽ മണ്ണൽ, മെറ്റൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ വർക്കിൻ്റെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് ഈ ഭാഗത്തായിരുന്നു. ആ ഭാഗത്തും ഇപ്പോൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കോഴിച്ചേന ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കിന് മുന്നോടിയായുള്ള എല്ലാവിധ സെറ്റപ്പുകളും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണെന്ന് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ പാലച്ചെറുപാട് ഭാഗത്ത് വരെയൊക്കെയാണ് പോകുന്നത്. ഇതാണ് കോഴിച്ചേന ഓവർപാസ്. ഓവർപാസിൻ്റെയൊക്കെ വർക്ക് കുറേ തന്നെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് പോലെ ആക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാറിങ്ങിനുള്ള മുന്നേ ഉള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. എതിർ സൈഡിൽ കുറച്ച് ഭാഗത്ത് ഇപ്പോഴും കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം, കുറച്ച് ഓവർപാസിൻ്റെ ഉള്ളു ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ഇതാണ് ഒരു സൈഡിൽ ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ഇപ്പോൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഈ സൈഡിൽ ഫുള്ളായിട്ട് സിമെൻറ്റ് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കോഴിച്ചേന. കോഴിച്ചേന പറഞ്ഞാൽ ചെറിയൊരു കയറ്റമൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെ ആയിരുന്നു. കുറച്ച് ഈ ഭാഗത്തൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ വലിയ ആഴത്തിലാണ് റോഡ് കടന്നു പോകുന്നത്. വളരെ താഴ്ചയിലൂടെ, ഒരു കിണറിൻ്റെയൊക്കെ താഴ്ചയിലൂടെയാണ് ഇപ്പോൾ റോഡ് ലെവൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം നമുക്ക്. ഈ ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ തട്ടി പൊട്ടിച്ചൊക്കെ വെച്ചിട്ട് കാണാം. ഇത് കുറച്ച് പൊങ്ങിയത് പോലെ ആയിരുന്നു തോന്നുന്നുണ്ട്. അതിനുശേഷം ഇത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വാള് കാണാം. നല്ല ഹൈറ്റിൽ നിന്ന് ആണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു കിണറിൻ്റെയൊക്കെ ആഴത്തിലേക്ക് വന്നിട്ടുണ്ട്.
നല്ലൊരു മാറ്റം തന്നെയാണ് ഇവിടെ കാണുമ്പോൾ. കാരണം ഈ ഭാഗത്തുള്ള ഏത് പ്രദേശത്തു കൂടെ യാത്ര ചെയ്യാമെന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കോഴിച്ചനാണെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക്. ഈ സൈഡിൽ ഇനി കുറച്ച് ഭാഗത്താണ് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളത്. ഈ ഭാഗത്ത് മുൻഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആയ പാറയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം കുറച്ച് സമയമൊക്കെ എടുത്തിരുന്നു ഈ ഭാഗത്ത്. ഇപ്പോൾ ഇവിടെയും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് പാറയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗം. നല്ല കരിങ്കല്ല് പോലുള്ള ഭാഗമാണ്. കുറച്ച് ഇപ്പം ഇറത്തൊക്കെ വരുമ്പോൾ കാണാം ഇവിടെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അതാ പറഞ്ഞത് നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടുന്ന് കൊണ്ട്. ഇതാണ് ശരിക്ക് കോഴിച്ചനയുടെ സെൻറ്റർ ഭാഗം. ക്യാമ്പിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഭാഗമാണത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയേക്കാം. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണൊക്കെ എടുത്ത് മാറ്റാനുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ മണ്ണ് എടുത്ത് പോയിട്ടുണ്ട്. ആ ഭാഗത്തും കുറച്ച് പാറയൊക്കെ ഉണ്ട് ആ സൈഡിൽ. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഞാൻ ഈ ഭാഗത്തുകൂടെയൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതിലൂടെ താഴെ കൂടെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അടിഭാഗം. അത്രത്തോളം താഴ്ചയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. കോഴിച്ചന പെട്രോൾ പമ്പ് ഉള്ള അതിൻ്റെ അടിഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇവിടെ ഇനി ഫില്ലാകാനുണ്ട്. ഇവിടെയൊക്കെ സിമെൻറ്റ് മിക്സ് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് കൂടുതൽ വർക്ക് ഇനി കഴിഞ്ഞിട്ടുള്ളത്. പാലച്ചിറമാട് ഭാഗത്തേക്ക് ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളത്. അതും കൂടെ കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഒരുപാട് ദൂരം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്ന ഭാഗത്ത് മഞ്ഞിലാസ് പടി പറഞ്ഞ ഭാഗത്ത് ഒരു ഓവർ പാസ് ഉണ്ട്. അതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തും കുറച്ച് മണ്ണെടുത്ത് മാറ്റാനുണ്ട്. പിന്നെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലേക്കാണ് പോകുന്നത്. ബൈപ്പാസിൻ്റെ മുന്നേ വയഡക്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തും മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്ത് ഇവിടെ തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്തെ ടാറിങ് കഴിയാനുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്ത് സെൻറ്ററിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമുള്ള ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. മഞ്ഞിലാസ് പടി പറഞ്ഞ ഈ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇവിടെയുള്ള ഓവർപാസ്. ഈ ഓവർപാസിൻ്റെ അടുത്ത് കുറച്ച് ഭാഗത്ത് ഇനിയും സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട്. അതുപോലെ ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് സ്ട്രോങ് ആയ പാറയൊക്കെ ഉള്ളൊരു ഭാഗം കൂടെയാണ്. ഇതാണ് JCB പോലുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകൾ ഭാഗത്തെ റോട്ടിലൂടെ ഇതൊക്കെ സർവീസ് റോട്ടിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. ഈ ഭാഗത്ത് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ചെയ്ത് വെച്ച് കാണാം. ഇതാണ് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകാനുള്ള ഒരു ലോറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇനി ഇതെടുത്ത് കൊടുക്കുന്നതായിരിക്കും മണ്ണ്. നമ്മൾ കൊണ്ട് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്താണിത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയുള്ള മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഒരു സൈഡിൽ സിമെൻറ്റ് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വയഡക്റ്റ് ഫസ്റ്റ് ഭാഗം വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പാലച്ചിറമാട് ഭാഗത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെയും ടാറിങ്ങിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാണ്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടക്കുന്നത്. ഇനി കുറച്ച് ഭാഗത്തെ ഈ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗത്തുള്ള മണ്ണും കൂടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കോഴിച്ചന ഭാഗം വരെയുള്ള വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് കോട്ടക്കൽ ഭാഗത്തുനിന്ന് പോവുകയാണെങ്കിൽ നമ്മളെ കൂരിയാട് വരെ നമുക്ക് ഫുള്ളായിട്ട് ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അവിടെ കൂരിയാട് ഭാഗത്താണ് കുറച്ച് വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പാലത്തിൻ്റെ അടുത്തേക്ക് പാലച്ചിറമാട് ഭാഗത്ത് പോയി നോക്കാം. കുറേ പേര് കമൻറ്റിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു കൂടുതൽ വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. സംഭവം ശരിയാണ്. എനിക്കിതിനെ പറ്റി കൂടുതൽ അറിയൊന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇത്രയൊക്കെ ആയതാണ്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഇനി അധികമൊന്നും വീഡിയോ എടുക്കാനുണ്ടാവും തോന്നില്ല. എല്ലാ ഭാഗത്തും ഇപ്പോൾ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും യാത്രകൾ ചെയ്ത് റോഡുകൾ ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിമെൻറ്റ് മിക്സിൻ്റെ മുകളിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്.
പാലച്ചറമാട് ഭാഗത്തുനിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ വയഡക്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മമ്മാലിപ്പടി തിരൂര് പോകുന്ന ഈ ഭാഗത്തേക്ക് വരുന്ന ഈ പാടത്ത് ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ വേഗത്തിലാണ് എല്ലായിടത്തും വർക്കുകൾ നടക്കുന്നത്. ഈ ഭാഗത്ത് കുറേ ടൈമായിരുന്നു ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്ത് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമുള്ള ടാറിങ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. മുൻഭാഗത്ത് ഇവിടെ റോഡ് റോളർ ഇതുപോലെയുള്ള മെഷീനറീസൊക്കെ ഇവിടെ റെഡിയാണ്. ഇതാ രണ്ട് സൈഡിലും കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഗ്യാപ്പുണ്ട്. ഇത്രയും ഭാഗത്താണ് ഹൈവേ തോന്നുന്നുണ്ട്. ഇത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാനും കയറാനുള്ള ഒരു ഭാഗമായിട്ട് തോന്നുന്നു. ഈ ഭാഗത്തും കുറച്ചും കൂടെ വീതി ഉണ്ട്. ഇവിടെ കുറച്ച് ഹൈവേ കുറച്ചും കൂടെ വീതിയായിട്ടുള്ള വരുന്നൊരു ഭാഗം തന്നെയാണ് അത് വരുന്നൊരു വണ്ടി അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഹൈവേയിലേക്ക് കയറാനും ഇറങ്ങാനുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ വെക്കാനുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ടാറിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി വർക്ക് കംപ്ലീറ്റ് ആവാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ബൈപ്പാസിൽ കുറച്ച് പാടത്തിൻ്റെ ഭാഗത്തേനെ കുറച്ച് മണ്ണിട്ട് നിറക്കേണ്ട ഭാഗം വരുന്നുണ്ട്. ആ ഭാഗത്താണ് ഇനി കുറച്ച് വർക്ക് നടക്കേണ്ടതുള്ളത്. അതും കൂടെ കംപ്ലീറ്റ് ആയാൽ വലിയ ടാസ്ക്കുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. കോട്ടക്കൽ പാടത്താണ് എഡ്രിക്കോട് ഭാഗത്ത് ഫുള്ളായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയി ടാറിങ് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ുള്ള കാഴ്ചകൾ പുതിയ കാഴ്ചകൾ എവിടൊക്കെയാണ് വർക്കുകൾ നടക്കുന്നത് നോക്കിയിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ പല ഭാഗത്തും വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ പുതിയതായിട്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമൊക്കെ വീഡിയോ ഇടുമ്പോൾ ആളുകൾക്ക് പലരും പല അഭിപ്രായങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പഴയ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ്. ഇത് ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ പാലച്ചറമാട് ഭാഗത്തുള്ള വയഡക്റ്റിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ്, വലിയൊരു താങ്ക്സ്. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുന്നുണ്ട്. തുടർന്ന് എഴുതുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.